എല്ലാവർക്കും നമസ്കാരം. മീഡിയ 3 മലയാളത്തിലേക്ക് സ്വാഗതം. ആകർഷണ നിയമവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫലസാധ്യതയിൽ പലർക്കുമുണ്ടാകുന്ന സംശയങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആകർഷണ നിയമം പെട്ടെന്ന് ചിലരിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണമെന്ന് നോക്കാം. ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം സമയം അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. അത് 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലെപ്പോഴാണോ നമ്മുടെ ആഗ്രഹം സാധിച്ചെടുക്കണമെന്ന് നമുക്ക് തോന്നുന്നത് അപ്പോൾ അതിനായി പ്രവർത്തിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോസിറ്റീവായാലും നെഗറ്റീവായാലും. ഇതെല്ലാം പല വീഡിയോകളിലായി സൂചിപ്പിച്ചതാണ്. എങ്കിലും ഒരിക്കൽ കൂടെ അതിൻ്റെ സാധ്യതയെക്കുറിച്ച് പറയണം എന്ന് തോന്നി. നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് അതിൽ റിസൾട്ട് ലഭിക്കും. നമ്മൾ ഒരു TV കാണുമ്പോൾ ഏത് ചാനൽ കാണണമെന്ന് സെലക്ട് ചെയ്യുന്നുവോ ആ സമയത്ത് ആ ചാനൽ നമുക്ക് കാണാനാകുന്നു. ആ ചാനൽ നല്ലതാണോ ചീത്തയാണോ എന്നതല്ല കാര്യം, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്കത് ലഭിക്കുന്നു. എപ്പോഴും ആ ചാനലിൻ്റെ സിഗ്നലുകൾ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതുപോലുള്ള ഒരു പ്രവർത്തന രീതിയാണ് ആകർഷണ നിയമത്തിലും നടക്കുന്നത്. ആകർഷണ നിയമത്തിന് ആവശ്യമായ ഊർജം അഥവാ എനർജി അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. എപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നുവോ അപ്പം ആ എനർജി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വിശ്വാസത്തോടെ ആഗ്രഹിച്ചാൽ തീർച്ചയായും നമ്മളിലത് പ്രവർത്തിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ വിശ്വാസത്തോടെ ആഗ്രഹിച്ച് ചെയ്തു എന്നിട്ടും എന്തേ റിസൾട്ട് വരാത്തത് എന്ന്. ശരിയാണ്. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മളുടെ വിശ്വാസം 100% അതോ കാര്യം കാണാൻ വേണ്ടി എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നതാണോ? അവിടെ നമ്മുടെ വിശ്വാസം കൂടണമെങ്കിൽ, അതായത് 100% എന്ന് പറയണമെങ്കിൽ വിശ്വാസത്തോടൊപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് കൂടെ ചിന്തിക്കുക. മാത്രമല്ല, നമുക്ക് വിശ്വാസം കൂടണമെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടാകണം. അതിനായി ചെയ്യേണ്ടത് ആദ്യം ചെറിയ കാര്യങ്ങൾ ആഗ്രഹിക്കുക എന്നതാണ്. അത് നടന്നു കഴിയുമ്പോൾ നമുക്ക് വിശ്വാസം കൂടും. അപ്പോൾ വിശ്വാസത്തെ 100% എത്തിക്കാനും അത് നടക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അന്നേരം നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ആത്മവിശ്വാസം കൂടുന്നു. ഇതാണ് ആകർഷണ നിയമത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിന് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ 1000 അല്ലെങ്കിൽ 10,000 ഇരട്ടി പവർ ഉണ്ട്. നമ്മൾ അത്ഭുതത്തോടെ കാണുന്ന പല രീതിയിലുള്ള യന്ത്രങ്ങളുടെ പ്രവർത്തനം, പല രീതിയിലുള്ള നിർമ്മാണ വൈദഗ്ധ്യങ്ങൾ, ശാസ്ത്രത്തിൻ്റെ വിവിധ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ, പലതരത്തിലുള്ള വസ്ത്രങ്ങളുടെ നിർമ്മാണം, പലതരത്തിലുള്ള ആഹാരങ്ങൾ തയ്യാറാക്കുന്നത്, പലതരത്തിലുള്ള വാഹനങ്ങളുടെ കണ്ടുപിടുത്തം തുടങ്ങി നമ്മെ അതിശയിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ എല്ലാ കാര്യങ്ങളും നടത്തിയിരിക്കുന്നത് മനുഷ്യനാണ്. മനുഷ്യനെ സഹായിക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും എല്ലാ ടെക്നോളജിയും ഒടുവിലായി കണ്ടെത്തിയ ആർട്ടിഫിഷ്യൽ ടെക്നോളജിയും കണ്ടുപിടിച്ചതും മനുഷ്യനാണ്. നമ്മുടെ TVയിലേക്ക് നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത സിഗ്നലുകളെ എത്തിക്കാനുള്ള എല്ലാ സാധന സാമഗ്രികൾ കണ്ടുപിടിച്ചതും മനുഷ്യനാണ്. എന്തിനേറെ പറയുന്നു, വിശ്വാസത്തിൻ്റെ കാര്യമെടുത്താൽ എല്ലാ ദേവാലയങ്ങളും നിർമ്മിച്ചത് മനുഷ്യനാണ്. അവിടുത്തെ ദൈവത്തെ പ്രതിഷ്ഠിച്ചതും മനുഷ്യനാണ്. ആ ദൈവത്തെ ആരാധിക്കുന്നതും മനുഷ്യനാണ്. ഇതെല്ലാം ചെയ്യാനുള്ള കഴിവ് മനുഷ്യനുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കില്ല എന്ന് വിശ്വസിക്കുന്നത്? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പൂർണ്ണമായും വിശ്വസിക്കുക. ഞാൻ ആഗ്രഹിക്കുന്നത് നടക്കും, എനിക്കതിനുള്ള പവറുണ്ട്, അത് നടത്തിത്തരാൻ പ്രപഞ്ചശക്തി എൻ്റെ കൂടെയുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും. ഇപ്പോൾ തന്നെ ആഗ്രഹിക്കൂ. വലിയ രീതിയിൽ വേണ്ട, ചെറിയ കാര്യങ്ങൾ ആഗ്രഹിക്കൂ. അതിനായി ഒരുക്കങ്ങളൊന്നും തന്നെ വേണ്ട. ഉദാഹരണമായി, ഒരു ഡ്രസ്സ് എനിക്ക് വേണം എന്ന് ശക്തമായി ആഗ്രഹിച്ചാൽ, അതിനായി മാനിഫെസ്റ്റ് ചെയ്താൽ, ആ വസ്ത്രത്തെക്കുറിച്ച് മനസ്സിൽ വിഷ്വലൈസ് ചെയ്താൽ അത് ലഭിച്ചിരിക്കും. അതെങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണോ നിങ്ങൾ ഡ്രസ്സ് എടുക്കാനായി പോകുന്നത് അവിടെ മുതൽ ചിന്തിച്ചു തുടങ്ങൂ. പോകുന്നതായും ടെക്സ്റ്റൈൽസിൽ എത്തിയതായും അവിടെ നിന്നും നിങ്ങൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നതായും ആ ഡ്രസ്സ് നിങ്ങൾ വാങ്ങിയതായും വീട്ടിലെത്തി അത് ധരിച്ചതായും എല്ലാവരോടും ആ ഡ്രസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങൾ ചോദിച്ചതായും അതണിഞ്ഞുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്നതായും ചിന്തിക്കുക. സംശയം ലേശമില്ലാതെ മാനിഫെസ്റ്റ് ചെയ്യൂ. മാനിഫെസ്റ്റ് ചെയ്ത ശേഷം അയ്യോ അത് നടക്കുമോ എന്ന് നെഗറ്റീവായി ചിന്തിക്കാതിരിക്കൂ. നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം തൽക്കാലം അതിനെക്കുറിച്ച് മറന്നേക്കൂ.
നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിച്ചത്, ഞാൻ പറയുന്നു 100% അത് നടന്നിരിക്കും. നമ്മൾ അത്രയും തീവ്രമായാണ് അത് ആഗ്രഹിച്ചതെങ്കിൽ പരമാവധി 24 മണിക്കൂറിനുള്ളിൽ അത് നടന്നിരിക്കും. ചെറിയ കാര്യങ്ങളിൽ നിന്നും തുടങ്ങി വലിയ കാര്യങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യൂ. ആദ്യമായി ഏതെങ്കിലും ഒരു ചെറിയ കാര്യം മാനിഫെസ്റ്റ് ചെയ്യൂ. ചിലർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, മുട്ടിപ്പായിൽ പ്രാർത്ഥിച്ചാൽ അത് നടന്നിരിക്കും എന്ന്. ശരിയാണ്, അവിടെ വിശ്വാസം 100% ആയതുകൊണ്ടാണ് നടന്നത്. അവിടെ നിങ്ങളല്ല പ്രവർത്തിച്ചത്, നിങ്ങളുടെ ഉപബോധ മനസ്സാണ് പ്രവർത്തിച്ചത്. നിങ്ങളുടെ ആഗ്രഹവും വിശ്വാസവും 100% കഴിഞ്ഞാൽ ആകർഷണ നിയമത്തിന് അതിൽ പ്രവർത്തിച്ചേ മതിയാകൂ. കാരണം ആകർഷണ നിയമം പ്രവർത്തിക്കുന്നത് നിങ്ങൾ സൗന്ദര്യമുള്ളവനാണോ ഇല്ലാത്തവനാണോ, നിങ്ങളുടെ കുടുംബാന്തരീക്ഷമോ ജാതിയോ, നിങ്ങൾ സുരേഷാണോ അതോ ശ്രീജയാണോ അതോ സിന്ധുവാണോ എന്ന് നോക്കിയിട്ടല്ല. ആകർഷണ നിയമത്തിന് പ്രവർത്തിക്കാൻ നിങ്ങളുടെ ശക്തമായ ആഗ്രഹമാണ് വേണ്ടത്, വിശ്വാസമാണ് വേണ്ടത്. നമ്മളത് മനസ്സിലാക്കണം. നിങ്ങൾ എല്ലാവരും രക്ഷപ്പെടണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത്രയും ഉറപ്പിച്ചു പറയുന്നത്. ആകർഷണ നിയമം നിങ്ങളുടെ ആഗ്രഹത്തെ സാധിച്ചു തന്നിരിക്കും. മുകളിൽ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ മാനിഫെസ്റ്റ് ചെയ്യൂ. ആഗ്രഹങ്ങൾ സഫലമായതിനു ശേഷം പ്രപഞ്ചത്തോട് നന്ദി പറയൂ. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ആഗ്രഹങ്ങൾ നടന്ന ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മീഡിയ3 മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.